അങ്ങനെ ഭാഗ്യം കൊണ്ട് 49 രൂപ പോയില്ല. ഇന്നത്തെ മാച്ചിൽ 49 രൂപ കിട്ടി. ഇന്ന് SRH LSTയും കളി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. 190 SRH അടിച്ചു. അത് ലക്നൗ സൂപ്പർ തിരിച്ചടിച്ചു. നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ നിക്കോളാസ് പൂറൻ അവനൊരു അമ്മാതിരി കളിയായിരുന്നു കളിച്ചത്. SRHൻ്റെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ട്രാവിസ് ഹെഡ്, നിതീഷ് റെഡ്ഡി, ക്ലീഷൻ്റെ റണ്ണൗട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. നിർഭാഗ്യവശാൽ റണ്ണൗട്ടായി പോകാനാണ്. അത് ഹൈലൈറ്റ്സ് ആണ് മനസ്സിലാവും. നമുക്ക് ടീം നോക്കാം. അപ്പോൾ 5 വിക്കറ്റിന് ഇപ്പോൾ LSTയും ഒരു വിജയം നേടിയിരിക്കുന്നു. നിക്കോളസ് പൂറൻ 70 റൺസ്, അത് 6 6 6 4. സ്ട്രൈക്ക് റേറ്റ് 269. ഡേവിഡ് മില്ലർ കളി ജയിപ്പിച്ചു. മിച്ചൽ മാർഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രീം 11 എൻ്റെ ടീം നോക്കുകയാണെങ്കിൽ ഞാൻ ഇഷാൻ കിഷാൻ എടുത്തിട്ടുണ്ടായില്ല. പക്ഷേ ആ ബാക്കപ്പ് ഇട്ടതുകൊണ്ട് ഇഷാൻ കിഷാൻ ടീമിലോട്ട് വന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി പോയിന്റ് കിട്ടിയാലേ. അപ്പോൾ നിങ്ങൾ ടീം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയർ കളിച്ചില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പായി വരും. അപ്പോൾ മാച്ച് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ഇത് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഡ്രീം 11 ടീം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ടീം മാറി വരും. ഞാൻ മിച്ചൽ മാർഷിനെ എടുത്തത്. പക്ഷേ മിച്ചൽ മാർഷ് ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇഷാൻ കിഷാൻ ബാക്കപ്പായിട്ട് കയറി വന്നത്. പക്ഷേ ഇഷാൻ കിഷാൻ കളിച്ചില്ല. പിന്നെ ഡ്രീം 11 ടീം നോക്കുകയാണെങ്കിൽ നിക്കോളസ് പൂറൻ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ താക്കൂർ, പാറ്റ് കമിൻസ് ഉണ്ട്, ഹർഷദ് പട്ടേൽ ഉണ്ട്, നിതീഷ് റെഡ്ഡി ഉണ്ട്, മിച്ചൽ മാർഷ്, ട്രാവിസ് ഹെഡ്, വർമ്മ, സമദ്, ക്ലീഷൻ. അപ്പോൾ 1159. വിന്നർ നോക്കുകയാണെങ്കിൽ 3 കോടി അടിച്ചാണ്. അവൻ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനും കറക്റ്റായിട്ട് വന്നു. 1123 ഇന്നത്തെ. അതുകൊണ്ട് ആർക്കും ഒന്നും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ കളി. 1159 1133 ഇന്നത്തെ മാച്ച് കിട്ടിയിരിക്കുന്നത്. ഇവൻ പറയാനല്ല, കറക്റ്റായിട്ട് എല്ലാവരും തന്നെ ടീമിലുണ്ട്. ഇവൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നാളെ സൂപ്പർ കളിയാണ്, ബാംഗ്ലൂരും ചെന്നൈയും. അപ്പോൾ അതിനകത്ത് നമുക്ക് 3 കോടി കിട്ടുമോ നോക്കാം.